അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോം എന്ന സംഘടന പുറത്തുവിട്ട കണക്ക് പ്രകാരം 2024 പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 543 എംപിമാരിൽ 251 എംപിമാരും നിലവിൽ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. കൂടാതെ 7 എംപിമാർ ഓൾറെഡി ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോട് ഇങ്ങനെ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളെ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിലക്കുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 ആണ്. അതുപ്രകാരം ഒരു വ്യക്തി 2 വർഷത്തിൽ കൂടുതൽ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അവരുടെ ജയിൽവാസം കഴിഞ്ഞതിന് ശേഷം 6 വർഷത്തേക്കും കൂടെ ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് അഥവാ എംപിയോ MLA ആവുന്നതിന് വിലക്കുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരാൾ 2 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടാൽ അയാൾ 2+6 അങ്ങനെ 8 വർഷം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഇനി ഒരു 10 വർഷത്തേക്കാണ് ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ 10+6 16 വർഷം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അറിയിച്ചത് നിലവിലുള്ള വിലക്ക് മതിയാകും, ലൈഫ് ലോങ് വിലക്കിന്റെ ആവശ്യം ഇല്ല എന്നാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിയുടെ പ്രധാന ഉത്തരവാദിത്തം രാജ്യത്ത് നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതേസമയം ഒരു വ്യക്തി ഒരു ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ ഒരു നിയമം ലംഘിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നിയമം ലംഘിക്കുന്ന ആളുകളെ തന്നെ നിയമം നിർമ്മിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകുമോ എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ഒരു രസകരമായിട്ടുള്ള കാര്യം, MPമാരുടെയും MLAമാരുടെയും ശമ്പളം, പെൻഷൻ, അവര് ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എത്ര കാലം രാഷ്ട്രീയത്തിൽ നിന്ന് വിലക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇതേ MPമാരും MLAമാരും നിർമ്മിക്കുന്ന നിയമങ്ങളിലൂടെയാണ്.